പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് എല്ലാ ഇതിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. ലൈഫിൽ റിട്രീവ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാലം എത്രത്തോളം ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്തു? എങ്ങനെ ക്യാമ്പസ് ലൈഫ് ആക്ച്വലി ഐ വാസ് സ്ലീപ്പ് വാക്കിംഗ് ത്രൂ മൈ ക്യാമ്പസ് എന്ന് പറയുന്നത്. കാരണം ഭൗതിക തലത്തിലൂടെയുള്ള യാത്രയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛന് അസുഖം വന്നിരുന്ന സമയമാണ്. അപ്പോൾ ഇറ്റ് വാസ് എ ഡാർക്ക് ഏജ് ഫോർ ഓൾ ഓഫ് എസ്. അപ്പോൾ അങ്ങനെയായിരുന്നു, അതൊരു സ്ലീപ്പ് വാക്കിംഗ് ഇതാണ്. പിന്നെ റിട്രീവ് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ബിക്കോസ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ടു യു ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു യു, യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അത്രത്തോളം നമ്മൾക്ക് ആ ചിന്തയിലെത്താൻ വേണ്ടി ഇത് ഇന്ന് സിനിമയെ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ്, ആസ്പിറൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ്, എഴുതാൻ എനിക്കൊരു സാഹചര്യം വേണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അവർക്കൊന്നും പറ്റുന്ന അത്രയും കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പക്വതയൊന്നും ഉണ്ടാവില്ല. അവർക്കുള്ളൊരു ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് വെച്ചാൽ എന്താ? അല്ല, വാട്ട് എവർ യു ഡു ഇറ്റ് സിൻസിയർലി എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും സക്സസ് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വരണം എന്നില്ല. നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിൻ്റെ ശരിക്കുള്ള റിസൾട്ട് ചിലപ്പോൾ നമ്മുടെ മരണശേഷമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിന് ചില്ലറയുടെ വില പോലും ആളുകൾ കൊടുത്തില്ല. 1 year ആഫ്റ്റർ ഹി ഡൈഡ് അത് മില്യൺസ് ഓഫ് ഫ്രാങ്ക്സിനാണ് അത് വിറ്റുപോയിട്ടുള്ളത്. അപ്പോൾ അതും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട്സ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ മരിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കിട്ടാതിരിക്കും. അപ്പോൾ ഡു ബി സിൻസിയർ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ട്രാവലൊക്കെ എത്രത്തോളം? ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ട്രാവലറല്ല. ബിക്കോസ് എന്താ പറയുന്നത്, വെളിയിലുള്ള ട്രാവലും അകത്തുള്ള ട്രാവലും ഒക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും അവസരം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. നടനമാണോ എഴുത്താണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? നടിക്കുമ്പോൾ നടനം, എഴുതുമ്പോൾ എഴുത്ത്. എന്നാലും ഒരു നമ്മുടെ മനസ്സിലൊരു രണ്ടും ഡിഫറെൻറ്റ് എക്സ്പ്ലോറേഷൻസ് ആണ്. രണ്ടും രണ്ട് രീതിയിൽ വലിയ എന്നെക്കാളൊക്കെ വളരെ ഞാനൊരു വലിയ പർവ്വതം കാണുന്ന പോലെയാണ് ഈ ആർട്സിനെ കാണുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ പോസിബിലിറ്റീസ് ഉള്ളൊരു സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഹംബിളായിട്ട് നമ്മുടെ പാർട്ട് ചെയ്യുക, നമ്മുടെ മാക്സിമം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആക്റ്റിൽ കൊടുക്കുക, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. നടനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാര്യം നമ്മുടെ ഡെയിലി ലൈഫ്, എക്സസൈസ്, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം, മാനേജ് ചെയ്യണം. അത്രത്തോളം അതിലൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവിടെയാണ് എൻ്റെ മേജർ ഫെയിലിയേഴ്സ് വരുന്ന സ്ഥലം. അപ്പോൾ ഞാനൊരു ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത് ആക്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാനതിൽ ഭയങ്കര ഒരു ഇറഗുലറാണ്. ചില സമയത്ത് ഭയങ്കര ബോഡി ഫിറ്റ്നസ്സിലൊക്കെ കുറിച്ചൊക്കെ ആലോചിക്കും, അതിന് നിൽക്കുക. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ബിഞ്ചിങ്, ഇപ്പോൾ എഴുതുന്ന സമയത്ത് ബിഞ്ചിങ് ഓൺ ഫുഡ്, അതൊക്കെ നാച്ചുറലി ഉണ്ടാവും. അതെ. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു മെയിൻ്റനൻസിൻ്റെ സ്ഥലത്ത് ഞാൻ വീക്കാണ്. ഫുഡൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം ശ്രദ്ധിക്കും? അത് എക്സ്ട്രീംസിലാണ്. ചില സമയത്ത് ഞാൻ ഒരു ഫാസ്റ്റിംഗ് മൂഡിലായിരിക്കും, ചില സമയത്ത് ബിഞ്ചിങ് മൂഡിലായിരിക്കും. ആസ് ഇസ് ദ കേസ് വിത്ത് എവറി അതർ തിങ് ഇൻ മൈ ലൈഫ്. ഞാനൊരു ചെയ്യുമ്പോൾ ചെയ്യും, ഇല്ലാത്തപ്പോൾ ഇല്ല എന്നുള്ള ലൈനാണ്. അല്ല, കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന സമയത്ത് കഴിക്കണം, അത് കഴിഞ്ഞ് ടൈംലി ഫുഡാണോ അതോ അതിന് ഇമ്പോർട്ടൻ്റ് കെയർലെസ് ആയിട്ട് അങ്ങ് പോവോ? അങ്ങനെയല്ല, അല്ല, വാട്ട് എവർ യു ഫീൽ ലൈക്ക് അറ്റ് ദ ഗിവൺ മൊമെൻറ്റ്, അതങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. കുക്കിംഗ് എത്രത്തോളം പരീക്ഷിക്കും? കുക്കിംഗ് എനിക്ക് ഇല്ല, അത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. കാരണം കുക്കിങ്ങിനുള്ള ക്ഷമ എനിക്കില്ല. പക്ഷേ എനിക്ക് കുക്ക് ചെയ്യുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്തൊരു നിറവുണ്ട്, അവർ അത് സെർവ് ചെയ്യുമ്പോഴൊക്കെ. സത്യം, അത് ഭയങ്കര സ്പിരിച്വലാണ് ഇത്. അപ്പോൾ അപ്പോഴൊക്കെ തോന്നാറുണ്ട് കുക്ക് ചെയ്യണമെന്ന്. പക്ഷേ എപ്പോഴൊക്കെ അതിന് വേണ്ടി കയറിയിട്ടുണ്ടോ എനിക്കതിനുള്ള ക്ഷമ കുറച്ച് കഴിയുമ്പോൾ പോകും. അതിൻ്റെ ഒരു ബേസിക് പ്രിപ്പയറിംഗ് എന്നൊക്കെ പറയുന്നത് അതൊരു ആർട്ടാണ്. അപ്പോൾ ആ ആർട്ട് എനിക്ക് കൈവന്ന കലയല്ല. ഒരു സിനിമ സംവിധായകൻ ചിന്തിച്ച രീതിയിൽ, സംവിധായകൻ ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങളിലോട്ട് എത്തുമ്പോൾ ജനങ്ങളും അത് റിലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ്. പെട്ടെന്ന് എനിക്ക് വെടിവഴിപാട് എന്നുള്ള സിനിമയിലോട്ട് പോവാണ്. അതൊരു അഡൽട്ട് കോമഡിയാണ്, ഒരു അഡൽട്ട് സാറ്ററിക്കൽ മൂവിയാണ്. എത്രത്തോളം തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു ജനങ്ങൾ? അത് ബേസിക്കലി ഒരു അഡൽട്ട് മൂവി, സെക്സ് കോമഡി എന്നുള്ള നിലയിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും അത് വളരെ ബ്രില്യൻ്റ്ലി ലെയർഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞാൻ വായിച്ചിട്ടുള്ള സ്ക്രീൻ പ്ലേസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്
ഈ നമ്മുടെ ശംഭു പുരുഷോത്തമൻ എഴുതിയ വെടിവഴിപാട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഗിഫ്റ്റഡ് ആയിട്ടുള്ള റൈറ്റർ ഡയറക്ടേഴ്സിൽ ഒരാളുമാണ് ശംഭു പുരുഷോത്തമൻ. അങ്ങനെയുള്ള സിനിമകൾ എങ്ങനെ റീഡ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, ബിക്കോസ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് റെസ്ട്രിക്ഷൻസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസർഷിപ്പ്, അതെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സിനിമ എന്നറിയുമോ? സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ഓരോ സീനിനും ഉത്തരം പറയേണ്ടി വരിക, ഓരോ ഷോട്ടിനും ഉത്തരം പറയുക, അതിൽ ഉപയോഗിക്കുന്ന ഓരോ വേർഡും ഉത്തരം പറയേണ്ടി വരിക. അതിലെന്തിനാണ് നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചത്, ഇങ്ങനെ 1000 ക്വസ്റ്റ്യൻസ്. ഇതൊരു ഡ്രാക്കോണിയൻ സാധനമാണ്, ഇതൊരു ഡിക്റ്ററ്റോറിയൽ ഏർപ്പാടാണ്. അപ്പോൾ എന്നിട്ടും അത് അത്രയും പിന്നെ സഫർ ചെയ്ത് ഫൈറ്റ് ചെയ്ത് തിയേറ്റേഴ്സിൽ വന്നൊരു സിനിമയാണ്. എന്നിട്ട് അതിന് കൊടുക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതൊരു എന്താ പറയേണ്ട, ഒരു സെക്സ് കോമഡി എന്നുള്ളൊരു ടൈറ്റിലാണ് ആൾക്കാർക്ക്. പക്ഷേ അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെ ശരിക്കും റീഡ് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഒരുപാട് ആഫ്റ്റർ റിവ്യൂസ് ഞാൻ പറയാം, അതായത് ഈ ആഫ്റ്റർ വേവ്സ് എന്ന് പറയുന്ന പോലെ ആഫ്റ്റർ റിവ്യൂസ് വന്നിട്ടുള്ള സിനിമയാണത്. അതിനെ റീഡ് ചെയ്യാൻ, ഹൗ ടു റീഡ് എ ഫിലിം എന്നുള്ളത് വാസ്തവത്തിൽ അതിനെക്കുറിച്ചാണ് കൂടുതൽ വർക്ക്ഷോപ്സ് വരേണ്ടത് ശരിക്കും. ഇൻ ദ ടൈം ഓഫ് സെൻസർഷിപ്പ്, സിനിമ ഇൻ ദ ടൈം ഓഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് സത്യത്തിൽ സിനിമ നമ്മൾ കാണുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒരുപാട് കൈവിലങ്ങിട്ട ആൾക്കാരാണ് അത് ചെയ്യുന്നത്, ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വേർഡിന് വേണ്ടിയുള്ള ഇത്. അപ്പോൾ ഇവരെല്ലാം ഓൺലി ഗോഡ്സ് ക്യാൻ ജഡ്ജ് മെൻ. അപ്പം ഒന്നുകിൽ ചിലപ്പോൾ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഗോഡ്സ് ആയിട്ട് ആയിരിക്കാം അതിനെ അനോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്കറിയില്ലല്ലോ. ആഫ്റ്റർ റിവ്യൂസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേദനാജനകമാണ് സിനിമകൾക്ക്. കാര്യം അത് പല സിനിമകളും ടി വിയിൽ വരുമ്പോഴാണ് സൂപ്പർ ഹിറ്റ്, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു വരുന്നതും. ഡയറക്ടേഴ്സിന് അപ്പം അന്ന് ഒരുപാട് സംവിധായകർ ഷെയർ ചെയ്തിട്ടുണ്ട്, അയ്യോ ടി വിയിൽ വന്നപ്പോൾ എത്ര SMS ആണ് കിട്ടിയത്, എന്നാൽ തിയേറ്ററിൽ പോയി ഇവർ ഒരു സിനിമ കാണുമായിരുന്നെങ്കിൽ ഇത് എത്രയോ ഇതായിരുന്നു. അതെ, അല്ല അതൊരു ട്രാജഡിയാണ്. സിനിമ, ഇപ്പോഴത്തെ സിനിമകൾ ഫേസ് ചെയ്യുന്ന ഒരു ട്രാജഡിയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൗ ടു റീഡ് എ സിനിമ, ഹൗ ടു സസ്റ്റെയിൻ എ ഫിലിം ഇൻ ദ തിയേറ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ഒരു സിനിമയെ തിയേറ്ററിൽ സസ്റ്റെയിൻ ചെയ്യിക്കുക? കുറച്ചൊരു റണ്ണിങ് ടൈം കൊടുക്കുക, ഒരു മാൻഡേറ്ററി റണ്ണിങ് ടൈം ഒരു സിനിമയ്ക്ക് കൊടുക്കുക. 2, ഹൗ ടു റീഡ് എ ന്യൂ ഫിലിം. ഇപ്പോൾ വെടിവഴിപാട് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഫിലിമായിരുന്നു. അതിനെങ്ങനെ റീഡ് ചെയ്യണം, അപ്പോൾ അതിനൊക്കെ ഞാൻ പറയില്ല, ഹെവിലി മോറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ബേസിക്സിൽ നിന്ന് തുടങ്ങേണ്ടി വരും. ആർട്ട് എന്ന് പറയുന്നത് മോറൽസ് അപ്ലൈ ചെയ്യുന്നൊരു, മോറൽസിനെ കൊണ്ട് സർമൺ ചെയ്യേണ്ട ഒരു സ്ഥലമല്ല ആർട്ട്. ഇങ്ങനെയൊക്കെയുള്ള ബേസിക്സ് പറഞ്ഞു തുടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു റണ്ണിങ് എമർജൻസി ഉണ്ട്. ഇപ്പോൾ 1975 ഡിക്ലെയർ ചെയ്ത എമർജൻസി, ഇറ്റ് ഈസ് സ്റ്റിൽ റണ്ണിങ്. ഇപ്പോഴും ആ എമർജൻസി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രിയേറ്റീവ് ഫീൽഡിൽ. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം വരേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എവിടുന്ന് തുടങ്ങും, ആര് ചെയ്യും, എങ്ങനെ നടപ്പിലാക്കും? സത്യത്തിൽ ഓർഗനൈസേഷൻസ് ഒരു ഫ്രീ മൂവ്മെൻറ്റ് തന്നെ വരേണ്ടതാണ്. ഇപ്പോൾ ഈയിടെ രാജീവ് രവി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വളരെ പെർട്ടിനൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് അദ്ദേഹം ഉന്നയിച്ചത്. ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഒരാളിന് അദ്ദേഹത്തിൻ്റെ വർക്ക് കൊണ്ടൊരു പാനലിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് അവരൊരു റൂൾ ബുക്ക് നോക്കിയിട്ട് ഇതിൽ ഇന്നൊരു വേർഡ് പറയാം, ഇന്ന വേർഡ് പറയണ്ട എന്നൊക്കെ പറയാനുള്ള അവകാശം ഒരു പാനലിന് കൊടുക്കുക, അവർക്കൊരു റൂൾ ബുക്ക് കൊടുക്കുക. ഇത് ടോട്ടലി അൺഡെമോക്രാറ്റിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള വോയിസസിൽ നിന്ന് ഇപ്പോൾ ഞാൻ രാജീവിനെ വിളിച്ച് അന്ന് തന്നെ പറഞ്ഞിരുന്നു. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിന്. അങ്ങനെയുള്ള അതൊരു വലിയ മൂവ്മെൻ്റായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് സെൻസർഷിപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ എടുത്ത് കളയേണ്ട സമയം. ഈയിടെ ഡോക്ടർ ശശി തരൂർ ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതി ഞാൻ വായിച്ചിരുന്നു. അതൊരു ഭയങ്കര പെർട്ടിനൻ്റ് പോയിൻ്റാണ് പുള്ളി പറഞ്ഞിരുന്നത് അതിനകത്ത്, ഈ സെൻസർഷിപ്പ് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഇപ്പോൾ സ്റ്റാമ്പനകളുടെ ഒരു കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അതെ, ഇപ്പോൾ ഉടുത്ത പഞ്ചാബിനൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരു രീതി, ഇവരൊക്കെ സംസാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ദർ ഇസ് നോ മെഡിസിൻ ഫോർ ഫൂളിഷ്നെസ്. കാര്യം എയർ അറ്റാക്ക് ഇത്രയും സുലഭമായി ഈ കാലത്ത് നമ്മുടെ ഗ്ലോബൽ വില്ലേജാണ്, നമ്മുടെ കയ്യിലാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് അത്രയും ആൾക്കാർക്ക് ആക്സസ് ഉള്ള സാധനങ്ങൾ ഇരിക്കെ ഇവരെന്ത് ഫൂളിഷ്നെസ് ആണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. കുട്ടികൾ കാണാമോ, ഒരു പ്രോഡക്റ്റ് കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സിനിമയും. അങ്ങോട്ട് ചെന്ന് കാണുന്നൊരു സാധനമാണ്. കുട്ടികൾക്ക് കാണിക്കാൻ പറ്റാത്ത പടം കുട്ടികളെ കൊണ്ടുപോകണ്ടെന്ന് പേരൻസ് ചിന്തിച്ചാൽ മതി. അതെ, അത്രേ ഉള്ളൂ. അതിനൊരു സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. കുട്ടികളെ കൊണ്ടുപോകണമോ വേണ്ടേ എന്ന് സർട്ടിഫിക്കേഷൻ നോക്കിയിട്ട് പേരൻറ്റിന് ഡിസൈഡ് ചെയ്യാം. അത് വേണമെങ്കിൽ
ഈ കുട്ടികൾ ഇവർ സിനിമയ്ക്ക് പോകുന്ന ഈ പേരൻസ് അഡൾട്ട്സ് സിനിമയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടികൾ വീട്ടിലാണെന്ന് സങ്കല്പിക്കുക. ഈ കുട്ടികളുടെ കയ്യിലുള്ളത് ഇൻ്റർനെറ്റ്, ഈ അഡൾട്ട്സിന് അറിഞ്ഞുകൂടാത്ത റൂട്ട്സ് അറിയാവുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതെ, അല്ല, എന്നിട്ട് ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അഡൾട്ട് റേറ്റഡ് മൂവി ആക്കി സർട്ടിഫൈ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇന്ന വേർഡ് കട്ട് ചെയ്യുക. അതായത് യു ആർ ആക്ച്വലി ഇൻസൾട്ടിങ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ബൈ സേയിങ് ദാറ്റ്. ഇത് കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്യണം. അതായത് അഡൾട്ട്സ് എന്ത് കാണണം എന്ന് വരെ ഡിസൈഡ് ചെയ്യണം. ഇവർ ഡിസൈഡ് ചെയ്യുക, ഈ പാനൽ ഡിസൈഡ് ചെയ്യുക. ഇത് ഇൻജസ്റ്റിസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിൻ്റെ അടുത്തുള്ളത്. ഇത് വലിയ എന്താ പറയുന്നത്, ഇപ്പോൾ നാസി ജർമ്മനിയിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. സാർ റഷ്യ, അത് കഴിഞ്ഞിട്ടുള്ള ബോൾഷെവിക് റഷ്യ, അതിലൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനലിരുന്ന് വാട്ട് ദ പീപ്പിൾ ഷുഡ് സീ എന്ന് ഡിസൈഡ് ചെയ്യുന്ന അവസ്ഥ. ഇതിനെതിരെ സംസാരിക്കണം, ഇതിനെതിരെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഞാൻ. ഒരു സിനിമയെ മാർക്കറ്റിംഗ്, ഇന്നിപ്പോൾ ഉപ്പ് ഉപയോഗിക്കണമെങ്കിലും മാർക്കറ്റിംഗ് വേണമെന്നുള്ള ഒരു ചിന്തയായി. അത്രത്തോളം മാർക്കറ്റിംഗ് വ്യാപിച്ചു കഴിഞ്ഞു. അപ്പം എത്രത്തോളം ഈ ആഫ്റ്റർ റിവ്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആഫ്റ്റർ റിവ്യൂസിനെ ഇത്തരം മാർക്കറ്റിങ്ങുകൾ സഹായകമാണ്? അല്ല, മാർക്കറ്റിങ്ങിനേക്കാൾ ഉപരി തിയേറ്റേഴ്സിൽ ഒരു പടത്തിനൊരു മാൻഡേറ്ററി റണ്ണിങ് പീരിയഡ്, അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സും എക്സിബിറ്റേഴ്സും അത് സമ്മതിക്കുമോ? അതാണ്. വേറെ സിനിമകൾ ക്യൂയിലുണ്ട്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിങ്ങിന് ഒരു വലിയ പങ്കുണ്ട്. ഹൗ ടു നോവലി മാർക്കറ്റ് മൂവി, പുതിയ ടെക്നിക്സ് മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധനം. ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ആ സിനിമയുടെ ആൾക്കാർ ടെലിവിഷനിൽ വന്നിട്ട് സംസാരിക്കുക, അത് തന്നെ ഇപ്പം പോയി തുടങ്ങി. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുക, ഇതൊരു നല്ല സിനിമയാണെന്ന് പറയുക, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് മാർക്കറ്റിങ്ങിൽ എത്രത്തോളം സഹായിക്കുന്നു എന്നെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇപ്പോൾ ഒരാൾ ടെലിവിഷനിൽ വന്നിട്ട് എൻ്റെ സിനിമ വരുന്നുണ്ട്, ആ സിനിമയിൽ ഞാൻ ഭയങ്കര റോളാണ് ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തമായ സിനിമ എന്ന് പറയും, നമ്മളെല്ലാവരും പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്നത് എനിക്ക് ഇപ്പോഴേ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഈ പടം ഇതിൻ്റെ ഇത് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ളൊരു ഗിമ്മിക്കാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മാർക്കറ്റിംഗ് ആണുള്ളത്? ആൾക്കാരത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സത്യം എന്നും ജനിച്ചപ്പം ഇപ്പോൾ 2-3 സിനിമ ദിവസം കഴിഞ്ഞിട്ട് ഒരു സിനിമയുടെ ആൾക്കാർ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ടെലിവിഷനിൽ വരികയാണ്, പ്രൈം അവറിൽ വരികയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും പടം പോയി, ഇയാൾ വന്ന് അത് പൊക്കിയെടുക്കാൻ നോക്കുകയാണ്. ഈ പ്ലോയ് അറിയാമെങ്കിൽ പിന്നെ ഈ ടൈപ്പ് മാർക്കറ്റിങ്ങിന് ഒരു റെലവൻസും ഇല്ല. ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ ഡേ ടു ഡേ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ടു ഫൈൻഡ് ന്യൂ വേസ്. പുതിയ തലങ്ങളായി അതിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ആ എക്സ്പ്ലോറേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പോസ്റ്റർ ഡിസൈനിങ്ങിൽ വരെ ഒരു സിനിമ ഡിസർവ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് എന്താണെന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് ഇവിടെ ആരും ചെയ്യാറില്ല. അതിനൊരു ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഫിലിമിൽ? ഉണ്ട്, അതിനൊരുപാട് ഏജൻസീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും റെഫറൻസ് എന്ന് പറയുന്നതാണ് അവരുടെ ഒരു ഒറിജിനാലിറ്റിയേക്കാൾ കൂടുതൽ. ഒരുപാട് പേര് ഒറിജിനലായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു മെജോറിറ്റി റെഫറൻസ് നോക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ അതിനെ സ്റ്റഡി ചെയ്ത് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് അന്വേഷിച്ചിട്ട് വേണം അതിനെ മാർക്കറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. എത്രയൊക്കെ പറഞ്ഞാലും സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സിനിമയായാലും നമ്മുടെ ടീനേജിൽ കണ്ട സിനിമയായാലും സിനിമകൾ എന്നും നമ്മൾ ഇഷ്ടത്തോടെ തിയേറ്ററിൽ കാണുന്നു, അതെന്നും നമുക്ക് ഓർമ്മയാണ്. എത്രത്തോളം തിയേറ്ററിലോട്ട് ആൾക്കാർ ഒഴുകുന്നുണ്ട് ഇന്ന്? ഇപ്പോൾ വളരെയധികം ഉണ്ടല്ലോ. ഇപ്പോൾ തിയേറ്റേഴ്സിലോട്ടുള്ള ഇൻഫ്ലക്സ് കൂടിയിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ശരിക്കും ഒരു നാട്ടിൻപുറത്ത് വളർന്ന കുട്ടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന കലാബന്ധു, തനേഷ്, ഒരു ബോവാസ് തിയേറ്റർ, എത്ര തിയേറ്റേഴ്സ്, അതൊക്കെ ഇന്ന് കല്യാണ മണ്ഡപങ്ങളും. പക്ഷേ ആ ഫിനോമിനം മാറിയിട്ടുണ്ട്. ഇപ്പോൾ റിവൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു തിയേറ്റർ ഇപ്പോൾ റിവൈവ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ തിരിച്ചു വന്നു. അതൊരു ഹാൾ, അവിടെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇട്ടിരുന്നായിരുന്നു. അതിപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു റിവൈവലുണ്ട് സിനിമയ്ക്ക്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക, കൂടുതൽ തിയേറ്റേഴ്സ് വരിക, ഈ തിയേറ്ററിലുള്ള പ്രഷർ കുറയ്ക്കുക. എന്നാൽ മാത്രമേ ഇപ്പോൾ ലുക്കാച്ചുപ്പി പോലെ പിന്നീട് വെടിവഴിപാട് പോലെ പിന്നീട് അക്ലൈം കൊണ്ട് മൂടുന്ന സിനിമകൾ അവരോടുന്ന സമയത്ത് തിയേറ്ററിൽ പോയി ആളുകൾ കാണാനുള്ളൊരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് മരിച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമതി പോലെ. അതെ, അല്ല, പോസ്റ്റമസ് ബഹുമതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വലിയ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം തന്നെയാണ് ഇവിടെ കൊടുക്കും. ഈ നാടിൻ്റെ ഒരു ശീലമാണ്. ഇപ്പം ജീവിച്ചിരിക്കുമ്പം ഭയങ്കരമായിട്ട് നോവിക്കുക, മരിക്കുമ്പം വാനോളം പുകഴ്ത്തുക എന്ന് പറയുന്നത് അത് സിനിമയ്ക്ക് സംഭവിക്കുന്നു.
ചില സിനിമകൾക്ക്. സിനിമ ചർച്ച ഇൻ ദ സെൻസ് ഒരു കഥയായി, വൺ ലൈനായി, സ്റ്റോറിയായി പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുന്നു. ആ ചർച്ചകളിൽ എത്രത്തോളം ഇംപ്രൊവൈസേഷൻ സെഷൻസ് നടക്കുന്നുണ്ട് സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ഇരിക്കുമ്പോൾ? അതോ അത് എഴുതുന്ന ആൾ എഴുതിയത് തന്നെയാണോ ചിത്രീകരിക്കപ്പെടുന്നത്? എഴുത്തിൻ്റെ ലോകം വളരെ ഫ്രീ വേൾഡാണ്. ഇപ്പോൾ എഴുത്തുകാരന് എന്തും എഴുതാം. എന്താ പറയുക, ഒരു വെയിൽ മാഞ്ഞു എന്ന് പറയുന്നൊരു ഇത് എഴുതിയെന്ന് വയ്ക്കുക. അത് ഡയറക്ടർ വെളിയിലിറങ്ങുമ്പോൾ വെയിൽ മായുക എന്ന് പറയുന്നത് അയാൾ ജന്മത്തിൽ വിചാരിച്ച് നടക്കാത്ത സാധനമാണ്. അയാൾ വിചാരിക്കുമ്പോൾ അത് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് വളരെ എളുപ്പമാണ് എഴുതി വയ്ക്കാൻ വെയിൽ മാഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഡയറക്ടോറിയൽ പ്രോസസ്സ് അറിയുന്നൊരു എഴുത്തുകാരനായിരിക്കണം. അതായത് വെയിൽ മാഞ്ഞു എന്ന് എഴുതുമ്പോൾ എത്ര ദിവസം വേണ്ടി വരും അതിന് ഗ്രാഫിക്സിലല്ലാതെ ചെയ്യാൻ എന്ന് അറിയുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഒരു അറിവ് എല്ലാ ഫീൽഡിലും ആവശ്യമുണ്ട്. ഇപ്പം എഴുത്ത് അതേപടി ചിത്രീകരിക്കേണ്ട ചില പാസേജസ് ഉണ്ട്, അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഡയറക്ടറിന്. അപ്പോൾ അത് അയാൾ തിരിച്ചറിയാൻ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എന്താ പറയുക, ഒരു അറിവ് കലാകാരന്മാർക്കുണ്ടെങ്കിൽ സിനിമ ഒരു കൂട്ടായ യത്നമാണ്. നാച്ചുറലി റൈറ്റർ ആൻഡ് ഡയറക്ടറാണ് സുപ്രീം. അപ്പോൾ അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, ഒരാളിപ്പോൾ ആർട്ട് ഡയറക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാമറമാൻ എങ്ങനെയാണ്. അപ്പോൾ അതിലൊരു കൂട്ടായ്മ എന്തായാലും ഉണ്ട്, ഇംപ്രവൈസേഷൻസ് നാച്ചുറലി ഉണ്ടാവുകയും ചെയ്യും. മലയാള സിനിമയിൽ എന്നും കൂട്ടായ്മകൾ വളരെ വിജയകരമായ രീതിയിൽ വളർന്നിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ, അതുപോലെ തന്നെ ദാമോദരൻ മാഷ, IV ശശി, സത്യേട്ടൻ, ശ്രീനിയേട്ടൻ, അങ്ങനെ നമ്മൾ ഓരോ കാലങ്ങളിൽ സഞ്ചരിച്ച് എത്രത്തോളം ഈ കൂട്ടായ്മകൾ ഹെൽപ്ഫുള്ളാണ്? ഈ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. കൂട്ടായ്മകളിൽ അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും? വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരിക്കലാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ. ഒരു നമ്മളെ ഇപ്പം ഡയറക്ടർ, ആക്ടർ, റൈറ്റർ, ക്യാമറാമാൻ, ആർട്ട് ഡയറക്ടർ, ഈ ഗ്രൂപ്പ്സിന് എല്ലാത്തിനും സുപ്രീമാണ് ഇവർ ചെയ്യാൻ പോകുന്ന സിനിമ. മദർലാൻഡ് പോലെയാണ്. അപ്പോൾ ഹൗ യു സെർവ് ദ ഫിലിം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് ഭാഷയില്ലാതെ? ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. ഇൻഫ്ലുവൻസിനെക്കാളും ഒരുപാട് ഫിലിംസ് ഉണ്ട്. ഇപ്പോൾ ഡേവിഡ് ലീനിൻ്റെ ഫിലിംസ്, സത്യജിത് റേയുടെ ഫിലിംസ്, മൻമോഹൻ ദേശായിയുടെ ഫിലിംസ്, അങ്ങനെ ഡിഫറെൻറ്റ് ജോണേഴ്സാണ് ഇവർ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിനിമയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരുമാണ്. ഇപ്പോൾ എനിക്കെന്നും പണ്ട് മുതലേ ഒരു ടൈപ്പ് ഫിലിം മാത്രമാണ് ഇഷ്ട സിനിമ, അതാണ് അങ്ങനെ വേണം സിനിമ ചെയ്യാൻ എന്ന് ഞാൻ ഒരിക്കലും ശഠിച്ചിട്ടില്ല. ഈവൺ ആസ് എ വ്യൂവർ എനിക്ക് പല ജോണേഴ്സിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഭയങ്കര കമേഴ്ഷ്യലി മാസ് ഫിലിംസ്, മാസിന് അപ്പീൽ ചെയ്യുന്ന സിനിമകൾ, അതിലൊരു ആർട്ടുണ്ട്, അതിലൊരു ഭയങ്കര ചലഞ്ചുണ്ട്. ഫോർ എക്സാമ്പിൾ രജനീകാന്ത് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു മനുഷ്യനെ വച്ചൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യുന്ന ഡയറക്ടർ അനുഭവിക്കുന്ന ക്രിയേറ്റീവ് ടെൻഷനുണ്ട്. അങ്ങേര് എയിം ചെയ്യുന്നത് നാഷണൽ അവാർഡ് കൊടുത്താൽ അദ്ദേഹം കരയും ചിലപ്പോൾ. കാരണം അതല്ല പുള്ളിക്ക് വേണ്ടത്. പുള്ളിക്ക് വേണ്ടത് അതിലെ ഓരോ എൻട്രി പോയിന്റ്സും ഓരോ ഡയലോഗ്സും കയ്യടിയോടുകൂടി ആൾക്കാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ അത് കിട്ടാതെ ചിലപ്പോൾ പുള്ളിക്ക് നാഷണൽ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി സൂയിസൈഡലാണ് പുള്ളിക്കത്. അപ്പോൾ അതാണ് ആ ചലഞ്ചുണ്ട്, ഓരോന്നിൻ്റെതായ ചലഞ്ചുണ്ട്. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടുമ്പോഴായിരിക്കും സന്തോഷാശ്രു പൊഴിക്കുക. അവർക്ക് സിനിമ തിയേറ്ററിൽ ഓടിയാൽ അവർ വിചാരിക്കും, ഓ എൻ്റെ സിനിമ കൊള്ളില്ലാത്തതുകൊണ്ടാണോ ഇനി ആൾക്കാർ സ്വീകരിച്ചത്, അതായിരിക്കും അവരുടെ സന്തോഷം, സങ്കടം. അപ്പോൾ ഇത് വളരെ റിലേറ്റീവാണ്, ഈ ആൾക്കാരുടെ സന്തോഷവും സങ്കടമൊക്കെ. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ എനിക്ക് ഈ ഫേവറേറ്റ് ഫിലിംസ് എന്ന് പറയുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ഫിലിംസിലും എൻ്റെ ഫേവറേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കോമഡി, ഇപ്പോൾ ഷേക്സ്പീരിയൻ, തിയേറ്ററിക്കലായിട്ടുള്ള സിനിമകൾ, അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വെർസറ്റൈൽ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തുന്നത്. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഓഫ് കോഴ്സ് നല്ലൊരു പാട്ടുകാരനാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്ത്. രണ്ടുപേര് താരപ്പകിട്ടിലെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാനൊരു ഗായകൻ എന്നുള്ളതിനേക്കാളും എനിക്കൊരു പാട്ട് തന്നാൽ ഞാൻ ഭയങ്കര കുട്ടിയുടെ ഒരു ഉന്മേഷത്തോടു കൂടി അല്ലെങ്കിൽ ഭയങ്കര കൊതിയോടുകൂടി ചെയ്യുന്നൊരു സാധനമാണെന്ന് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഗായകൻ എന്ന് പറയുന്നൊരു വലിയ വേർഡാണ് സത്യത്തിൽ. ആ കുട്ടിയുടെ ഇന്നസെന്റ് മൈൻഡോടുകൂടി പാടിയാൽ മതി. ഇഷ്ടമുള്ള പാട്ട് രണ്ടും. ജിന്ദഗി കേ സഫർ മേ ഗുസർ ജാത്തെ ഹൈ ജോ മകാം वो फिर नहीं आते, वो फिर नहीं आते,
जिंदगी के सफर में गुजर जाते हैं जो मकाम, वो फिर नहीं आते, वो फिर नहीं आते. താങ്ക് യു സോ മച്ച്. വീണ്ടും കണ്ടുമുട്ടി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. Thank you. താങ്ക് യു സോ മച്ച്.